ഓക്കെ സ്റ്റുഡൻസ്, നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം. ആ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇതാണ് ആ വേർഡ് ഫയല്. ഇതിൽ നമുക്ക് ആദ്യം CSV ഫയൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ആ CSV ഫയലിൻ്റെ പേര് states.csv ആണ്. ഈ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ട ഓരോ ലിസ്റ്റ് ഫോർമാറ്റിൽ എത്ര എലിമെൻ്റൽ വാല്യൂസ് ഉണ്ടാവും? 4 എലിമെൻ്റൽ വാല്യൂസ് ഉള്ള ഓരോ ആണ് നമ്മൾ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്. ആ 4 എലിമെൻറ്റ്സ് എന്തായിരിക്കണം? ഇവിടെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എലിമെൻ്റൽ വാല്യൂ നെയിം ഓഫ് ദി സ്റ്റേറ്റ് ആണെങ്കിൽ, സെക്കൻഡ് എലിമെൻ്റൽ വാല്യൂ ക്യാപിറ്റൽ, തേർഡ് എലിമെൻ്റൽ വാല്യൂ പോപ്പുലേഷൻ, ഫോർത്ത് എലിമെൻ്റൽ വാല്യൂ ലാംഗ്വേജ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്. ഇനി ചോദിച്ച ചോദ്യം എന്താണ്? നമ്മൾ ഇമാതിരി ഒരു CSV states.csv എന്ന് പറയുന്ന ബൈനറി ഫയലിന് ക്രിയേറ്റ് ചെയ്ത് അതിൽ n നമ്പർ ഓഫ് റോസ്, ഹെഡിങ് റോ ആണ് ആദ്യം വരേണ്ടത്. CSV ഫയൽ ബൈനറി ഫയൽ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. CSV ഫയലിൽ റൈറ്റ് ചെയ്യേണ്ട ആദ്യത്തെ റോ എപ്പോഴും ഹെഡിങ് റോ ആയിരിക്കണം. ബിക്കോസ് മോർ ആർ ലെസ് നമ്മൾ ഇൻഡയറക്ട്ലി ടേബിൾ CSV ഫയലിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റ് ആയതുകൊണ്ട് ടേബിളിൽ എപ്പോഴും ഹെഡിങ് ഓഫ് ദി കോളംസ് വേണ്ടേ? അതാണ് ഫസ്റ്റ് റോ നമ്മൾ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്. ആൾവേസ് ഷുഡ് ബി ഹെഡിങ് റോ. പക്ഷേ ചോദിച്ച ചോദ്യം റൈറ്റിംഗ് ഓപ്പറേഷൻ ചോദ്യമല്ല. ആൾറെഡി നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഈ പേരിൽ ഒരു CSV ഫയലിൽ n നമ്പർ ഓഫ് സ്റ്റേറ്റ് റെക്കോർഡ്സ്, സ്റ്റേറ്റ് റോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഓരോരോ റീഡ് ചെയ്യുന്ന സമയത്ത് ആ ഒറിജിനൽ ഫയലായ states.csv എന്ന് പറയുന്ന ഫയലിനെ റീഡ് മോഡിൽ തുറന്ന് ഓൾറെഡി ഇറ്റ് ഈസ് എക്സിസ്റ്റിങ്ങിന് കരുതി വെച്ചോളണം കേട്ടോ. ഇത് തിയറി എക്സാമിനേഷനാണ്. പ്രാക്ടിക്കലി നമ്മൾ ആദ്യം റൈറ്റ് ചെയ്യണ്ടേ, ഫയൽ ക്രിയേറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യണ്ടേ? അതൊന്നും ആവശ്യമില്ല. തിയറി എക്സാമിൽ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഒരു ഫയലുണ്ടെന്ന് മനസ്സിൽ കരുതി വെക്കുക. അതിൽ n നമ്പർ ഓഫ് സ്റ്റേറ്റ് റോസ് ഉണ്ടെന്ന് വിശ്വസിക്കുക. ആ ഫയലിന് റീഡ് മോഡിൽ തുറന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഏത് റോയിൻ്റെ പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ, ഇത് 1 crore 10 crores എനിക്ക് നോക്കാൻ സമയമില്ല, അത്ര നമ്പർ ഓഫ് തന്നിരിക്കുന്ന വാല്യൂവിനേക്കാൾ കൂടുതൽ പോപ്പുലേഷനുള്ള റോസ് മാത്രമേ കണ്ടെത്തി പുതിയ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റൻ. നൗ വിൽ മൂവ് ബാക്ക് ടു ദ കോഡിംഗ് പാർട്ട്. ഈ കോഡിംഗ് പാർട്ടിൽ തൊട്ട് മുമ്പ് ചെയ്ത കോഡ് മുഴുവൻ ഞാൻ എന്ത് ചെയ്യുന്നു? കമൻറ്റാക്കി വി ആർ ഗോയിങ് ഫോർ CSV ഫയൽ. കുറച്ച് സ്പേസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഓക്കെ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് CSV ഫയൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മറക്കരുത്, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഇമ്പോർട്ട് CSV മോഡ്യൂൾ. CSV മോഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഓർമ്മപ്പെടുത്താൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് തുറന്നൊന്ന് വായിക്കണം കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡെഫ്. ഇത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ഫോർമാറ്റിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ബൈനറി ഫയലാണെങ്കിലും CSV ഫയലാണെങ്കിലും ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ഫോർമാറ്റിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ ഫംഗ്ഷൻ്റെ പേര് ഒരു പക്ഷേ അവർ തന്നാൽ ആ പേര് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു റിലവൻറ്റ് ഫംഗ്ഷൻ നെയിം കൊടുക്കുക. ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ അല്ലേ. സോ ട്രാൻസ്ഫർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ പേര് ഞാൻ സ്പെസിഫൈ ചെയ്തത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ CSV ഫയൽ, ഒറിജിനൽ ഫയൽ നെയിം പേരെന്താണ്? states.csv. ഈ ഫയലിന് ഏത് മോഡിൽ തുറക്കുന്നു? റീഡ് മോഡിൽ തുറന്ന് ഈ റിഫറൻസസ് ഒക്കെ ഏത് വേരിയബിളിലേക്ക് എത്തിക്കുന്നു? F വേരിയബിളിലേക്ക് എത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഒറിജിനൽ ഫയലാണ്. ആൾറെഡി ഇതിൻ്റെ ഉള്ളിൽ n നമ്പർ ഓഫ് റോസ് ഉള്ളതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ റോസും നമ്മുടെ പ്രോഗ്രാം വേരിയബിളിലേക്ക് എത്തിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ് CSV.reader ഫംഗ്ഷൻ ഉപയോഗിക്കണം. അതിന് ഈ റീഡിംഗ് കണക്ടിവിറ്റി ഉള്ള ഫയൽ നെയിം വേരിയബിൾ, ഈ റീഡിംഗ് റെഫറൻസസ് ഒക്കെ states.csv എന്ന് പറയുന്ന CSV ഫയലിൽ നമ്മൾ റീഡ് മോഡിൽ തുറന്ന് റെഫറൻസസ് ഒക്കെ F വേരിയബിളിലേക്ക് എത്തിച്ചില്ലേ? ആ F വേരിയബിളാണ് ആർഗ്യുമെൻ്റായിട്ട് അയക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? CSV ഫയലിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ റോസും നമ്മുടെ പ്രോഗ്രാം വേരിയബിൾ Xലേക്ക് ഡംപ് ചെയ്തു. സോ ഇറ്റ് വിൽ ബിക്കം ലിസ്റ്റ് ഓഫ് റോസ് അല്ലേ. അതിൽ ഫസ്റ്റ് റോ സ്കിപ്പ് ചെയ്യണ്ടേ? എന്തുകൊണ്ട്? ഫസ്റ്റ് റോ എപ്പോഴും ഹെഡിങ് റോ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നെക്സ്റ്റിന് വിളിച്ച് X എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? X എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് റോസ് ആയതുകൊണ്ട് ആ Xൻ്റെ ഉള്ളിലുള്ള റോസിൽ ഫസ്റ്റ് റോ സ്കിപ്പ് ചെയ്ത് ഇനി നമ്മൾ Xൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഏത് റോ തൊട്ടായിരിക്കും? സെക്കൻഡ് റോ തൊട്ടാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യേണ്ടത്. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രം. എന്താണ് കണ്ടീഷൻ? പോപ്പുലേഷൻ എലിമെൻ്റൽ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10 crores 1 crore. 1ൻ്റെ അടുത്ത് 7 zeros ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കി. ആ റോസൊക്കെ പുതിയ ഫയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ? അപ്പോൾ പുതിയ ഫയലിൻ്റെ പേര് നിങ്ങൾ മറക്കരുത്. more.csv എന്ന് പറയുന്ന ഫയൽ ഏത് മോഡിൽ തുറക്കണം? റൈറ്റ് മോഡിൽ തുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോറി, വീണ്ടും ഓപ്പൻ ഫംഗ്ഷൻ വിളിച്ചു. ഓപ്പൻ ഫംഗ്ഷന് കൊടുക്കുന്ന സെക്കൻഡ് എന്താണ് ആർഗ്യുമെൻറ്റ്? more.csv
CSV എന്ന് പറയുന്ന ഫയലിന് ഇപ്രാവശ്യം ഏത് മോഡിൽ തുറക്കുന്നു? റൈറ്റ് മോഡിൽ തുറന്ന് എടാ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് എത്ര ആർഗ്യുമെൻറ്റ്സ് ആണ് കമ്പൽസറിലി അയക്കേണ്ടത്? 3 ആർഗ്യുമെൻറ്റ്സിന് നിങ്ങൾ മറക്കരുത്. ന്യൂ ലൈൻ എന്ന് പറയുന്നതിന് സിംഗിൾ കോട്ട്സ് എംപ്റ്റി സ്പേസ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്ത് ഈ റിഫറൻസസ് ഒക്കെ G വേരിയബിളിലേക്ക് എത്തിച്ചു. F is meant for reading from the states.csv file and G variable is meant for writing into a new file. പുതിയ ഫയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ കണക്ടിവിറ്റി വേരിയബിളാണ് G ഉപയോഗിച്ച് റൈറ്റ് ചെയ്യുമ്പോൾ F ഉപയോഗിച്ചാണ് റീഡ് ചെയ്യേണ്ടത്. സോ വാട്ട് ഷുഡ് ബി ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? y ഈസ് ഈക്വൽ ടു CSV മോഡ്യൂളിൻ്റെ ഉള്ളിലുള്ള റൈറ്റർ ഫംഗ്ഷനെ ഒരു വട്ടം വിളിക്കേണ്ടേ? നമ്മൾ ഈ റൈറ്റിംഗ് ഓപ്പറേഷൻ ഓഫ് CSV ഫയൽ ഒന്നുകൂടി നീ ഓർത്ത് നോക്ക്. ആ റൈറ്റിംഗ് ഓപ്പറേഷൻ റൈറ്റ് റോ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഓരോ ഇൻഡിപെൻഡൻറ്റ് റോ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് റൈറ്റർ ഫംഗ്ഷൻ ഒരു വട്ടം തുടക്കത്തിൽ വിളിക്കണം. അതിന് പാസ് ചെയ്യേണ്ട റെഫറൻസ് വേരിയബിൾ F ആണോ G ആണോ നീ തന്നെ ചിന്തിക്കുക. ആ റെഫറൻസസ് ഒക്കെ y വേരിയബിളിലേക്ക് എത്തിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഫോർ ലൂപ്പിന് ഉപയോഗിക്കാം. 4i in x. വാട്ട് ഇസ് മീനിങ് ഓഫ് 4i in x? x എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് റോസിൽ നമ്മൾ ഏത് റോ തൊട്ട് ട്രാവൽ ചെയ്യുന്നു? സെക്കൻഡ് റോ തൊട്ട് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഇഫ് int of, do you remember why I am using this int function? നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് CSV ഫയലിൻ്റെ ഉള്ളിലുള്ള എല്ലാ എലിമെൻറ്റ്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ എല്ലാ എലിമെൻറ്റ്സ് ഏത് ഫോർമാറ്റിലാണ് കാണപ്പെടുക? സ്ട്രിംഗ് ഫോർമാറ്റിലാണ് റീഡ് ചെയ്യുന്ന സമയത്ത് കാണപ്പെടുക. പക്ഷേ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഫോർമാറ്റിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും? ഇൻറ്റിജർ ഫോർമാറ്റ് ആയതുകൊണ്ട് അത് ഇൻറ്റ് ഫോർമാറ്റിലേക്ക് ആ സ്ട്രിംഗിൽ നിന്ന് കൺവെർട്ട് ചെയ്യേണ്ടതിനാൽ എടാ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രാമത്തെ എലിമെൻ്റൽ വാല്യൂ? ആദ്യത്തെ എലിമെൻറ്റ് റോയിൽ എന്താണ്? നെയിം ഓഫ് ദി സ്റ്റേറ്റ് അല്ലേ? രണ്ടാമത്തത് ക്യാപിറ്റലാണ്, മൂന്നാമത്തത് പോപ്പുലേഷനാണ്. അപ്പോൾ ഇവിടെ I(2) എന്നാണ് പറയേണ്ടത്, മൂന്നാമത്തെ എലിമെൻറ്റ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ റോ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1ൻ്റെ അടുത്ത് 7 zeros ആണ്. 7 zeros ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോൾ തന്നെ ഈ റെക്കോർഡ് പുതിയ ഫയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി y വേരിയബിളിൻ്റെ സഹായത്താൽ റൈറ്റ് റോ ഫംഗ്ഷൻ വിളിച്ച് ആ റൈറ്റ് റോ ഫംഗ്ഷൻ എന്താണ് ആർഗ്യുമെൻ്റ് ആയിട്ട് അയക്കേണ്ടത്? ഐൻ്റെ ഉള്ളിലുള്ള കറണ്ട് റോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ പുതിയ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. ആ പുതിയ ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ട നമ്മുടെ പ്രോഗ്രാം കണക്ടിവിറ്റി റൈറ്റർ ഫംഗ്ഷൻ വേരിയബിൾ ഏതാണ്? y ആയതുകൊണ്ട് അതുവഴിയാണ് റൈറ്റർ ഫംഗ്ഷൻ വിളിച്ച് അതിന് ഈ ഫോർ ലൂപ്പിൻ്റെ കൗണ്ടർ വേരിയബിൾ i ആർഗ്യുമെൻ്റ് ആയിട്ട് അയക്കേണ്ടതാണ്. സോ ട്രാൻസ്ഫർ ഈസ് ഫിനിഷ്ഡ്. ഐ മീൻ ദറ്റ് റൈറ്റിംഗ് ഓപ്പറേഷൻ ട്രാൻസ്ഫറിങ്. അപ്പോൾ ഒറിജിനൽ ഫയൽ റീഡ് മോഡിൽ തുറന്ന് റോ ബൈ റോ റീഡ് ചെയ്യുന്നു. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് റോ ബൈ റോ റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്യുന്ന ഓരോ കറണ്ട് റോയിൻ്റെ പോപ്പുലേഷൻ തേർഡ് എലിമെൻ്റൽ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 crore 10 lakhs വാട്ട് എവർ ഇറ്റ് ഈസ് അത് നമ്മൾ പുതിയ ഫയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതല്ലേ ചോദ്യം. ഒന്ന് ചോദ്യം കൂടി ഞാൻ നോക്കട്ടെ കേട്ടോ. ലെറ്റ് മീ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ. കണ്ടോ, ഹെഡർ റോ ഷുഡ് നോട്ട് ബി കോപ്പീഡ്. കണ്ടോടാ, ആ ഹെഡർ റോ കോപ്പി ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ ഹെഡർ റോ states.csv ഫയലിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് റോ സ്കിപ്പ് ചെയ്ത് ആ ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റോ ആയിരിക്കും, അത് തൊട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. സോ ദിസ് ആൾസോ ബീൻ ഡൺ സക്സസ്ഫുള്ളി. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.